തീരെ മെച്യൂരിറ്റി ഇല്ലല്ലോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് മെച്യൂരിറ്റി ഇല്ലേ, അതെന്താന്ന് പോലും അറിയത്തില്ലേ? ഇങ്ങനത്തെ ചോദ്യങ്ങളൊക്കെ നിങ്ങളുടെ ലൈഫിൽ എപ്പോഴും നേരിടേണ്ടി വന്നിട്ടുണ്ടാവുമായിരിക്കാം. ഈ ഒരു വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് മെച്യൂരിറ്റിയെ കുറിച്ചാണ്. എന്താണ് മെച്യൂരിറ്റി? ഒരു മനുഷ്യന് എപ്പോഴാണ് മെച്യൂരിറ്റി വരിക? ഇനി അതിന് കാലയളവുണ്ടോ? ഇനി എങ്ങനെയൊക്കെ മെച്യൂരിറ്റി ഉണ്ട് എന്നുള്ളത് തിരിച്ചറിയാൻ പറ്റും എന്നുള്ളതിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതേപോലെ തന്നെ കൂട്ടുകാർക്കൊക്കെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ AYZ സയൻസ് ആൻഡ് എന്റർടൈൻമെന്റ്. എന്താണ് മെച്യൂരിറ്റി? ഇനി മെച്യൂരിറ്റി എപ്പോഴാണ് ഉണ്ടാവുക? ഇതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞുതരാം. ഈ മെച്യൂരിറ്റി എന്ന് പറയുന്നത് നിങ്ങൾ ലൈഫിലെ റിയാലിറ്റീസ് ഒക്കെ മനസ്സിലാക്കിയിട്ട്, അത് കംപ്ലീറ്റ്ലി മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ച് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നു, മനസ്സിലാക്കി കൊണ്ടുപോകുന്നു എങ്കിൽ അതിനെ പറയുന്നതാണ് മെച്യൂരിറ്റി. ചുരുക്കി പറയുകയാണെന്നുണ്ടെങ്കിൽ ലൈഫിലെ റിയാലിറ്റി എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി മനസ്സിലാക്കിയിട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു സംഭവത്തിനെയാണ് മെച്യൂരിറ്റി എന്ന് പറയുന്നത്. ഈ മെച്യൂരിറ്റിയിൽ എന്തൊക്കെ കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഇമോഷണൽ സ്റ്റെബിലിറ്റിയാണ് ആദ്യം പറയുക. കാരണം നിങ്ങൾ ഓരോ കാര്യങ്ങൾ എങ്ങനെയൊക്കെ നോക്കിക്കാണുന്നു, എങ്ങനെയൊക്കെ നിങ്ങൾ റിയാക്ട് ചെയ്യുന്ന ഓരോ സിറ്റുവേഷനിലെ ആൾക്കാരോട് എങ്ങനെയൊക്കെ പെരുമാറുന്നു എന്നത് മുതൽ നിങ്ങൾ ഓരോ സിറ്റുവേഷൻ വരുമ്പോൾ എങ്ങനെയൊക്കെ നിൽക്കുന്നു എന്നത് വരെ ഇതിൽ ഉണ്ട്. ഇനി അത് ഓരോന്നോരോന്നായിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ആദ്യം പറയാമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ ഒരു സിറ്റുവേഷൻ, ഒരു ഹാർഡസ്റ്റ് സിറ്റുവേഷൻ വരുമ്പോൾ അതിൽ നിങ്ങൾ എങ്ങനെയൊക്കെ നിൽക്കുന്നു, എങ്ങനെയൊക്കെ നോക്കിക്കാണുന്നു, എങ്ങനെയൊക്കെ ഉൾക്കൊള്ളുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ ഒരു ഫെയിലിയറാണ് വരുന്നത് എങ്കിൽ നിങ്ങൾ ഇത്രയും ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങളൊക്കെ അവിടെ ഇട്ടിട്ട് തോറ്റുപോയല്ലോ എന്ന് പറഞ്ഞ് സങ്കടപ്പെട്ട് ഒരു മൂലയ്ക്ക് പോയി ഇരുന്ന് കരയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മെച്യൂരിറ്റി ഇല്ല എന്നുള്ളതാണ്. നിങ്ങൾ ആ ഒരു സിറ്റുവേഷൻ കഴിഞ്ഞ് വീണ്ടും ആ ഒരു കാര്യം തന്നെ ചെയ്ത് സക്സസ്സിലേക്ക് എത്തുകയാണ് എങ്കിൽ നിങ്ങൾക്ക് മെച്യൂരിറ്റി വന്നു, അല്ലെങ്കിൽ നിങ്ങൾക്ക് മെച്യൂരിറ്റി ഉണ്ട് എന്നുള്ളതാണ് അതിനർത്ഥം. ഇനി അടുത്തത് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇമോഷണൽ സ്റ്റെബിലിറ്റി തന്നെയാണ്. അതായത് നിങ്ങൾ ഈ പറഞ്ഞ പോലെ തന്നെ ഫെയിലിയർ ആണെങ്കിലും സക്സസ് ആണെങ്കിലും നിങ്ങൾ അതിൽ ഒരുപാട് ഇമോഷണലി ഒരു ഇത് കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ, അതായത് ഇപ്പോൾ ഒരു ഫെയിലിയറിനാണല്ലോ ഏറ്റവും കൂടുതൽ ഇമോഷൻ, അതായത് ഒരു സാഡ്നെസ്, ഒരുപാട് സങ്കടപ്പെട്ടിരിക്കുന്നു, നിങ്ങൾ അതന്നെ ആലോചിച്ച് ഒരുപാട് ചിന്തിച്ച് സങ്കടപ്പെടുന്നു, കരഞ്ഞുകൊണ്ട് തന്നെ ഇരിക്കുന്നു എങ്കിൽ നിങ്ങൾക്ക് മെച്യൂരിറ്റി ഇല്ല. അതേപോലെ തന്നെ ഒരു ഹാപ്പിനെസ് ആണ് വരുന്നത്, ഒരു അടിപൊളി സക്സസ് ഉണ്ടായി, നിങ്ങൾ ഇത് എല്ലാവരോടും ചെന്ന് പറഞ്ഞു ഒരുപാടൊക്കെ അങ്ങ് സന്തോഷിച്ച് ഈ സന്തോഷത്തിൽ മാത്രം അങ്ങ് മുഴുകി നിന്നിട്ട് നിങ്ങളുടെ കാര്യങ്ങളൊക്കെ മറന്നു പോകണം. അടുത്തത് എന്ത് ചെയ്യണം? ഈ സക്സസ് എന്ന് പറയുന്നത് ഒറ്റയടിക്ക് ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മളത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകണം, അല്ലെങ്കിൽ അത് ഫെയിലിയർ ആയി പോകും. സോ ഈ ഒരു കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ളത് തന്നെയാണ് മെച്യൂരിറ്റി. അപ്പോൾ ഹാപ്പിനെസ് ആണെങ്കിലും സാഡ് ആണെന്നുണ്ടെങ്കിലും നിങ്ങൾ അതിൽ ഒരുപാട് അങ്ങ് മുഴുകി പോവുകയാണെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് മെച്യൂരിറ്റി ഇല്ലാത്തത് കൊണ്ടാണ്. ഇനി അതിനൊന്ന് കൺട്രോൾ ചെയ്ത് കൊണ്ടുവരാണ്. സാഡാണ്, കുറച്ച് നേരം സാഡായിരുന്നു, ഓക്കെ, ഇനി ഇങ്ങനെ ഇരുന്നാൽ ശരിയാവില്ല എന്ന് പറഞ്ഞ് മുമ്പോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ മെച്യൂരിറ്റി ഉണ്ടെന്ന് അർത്ഥം. ഹാപ്പിനെസ് ആണെന്നുണ്ടെങ്കിൽ ഒരുപാട് സന്തോഷിച്ചിരുന്നു, ഒരുപാട് സന്തോഷിക്കുന്നു, ഇനി അടുത്തത് എന്തൊക്കെ ചെയ്യണം ഇനിയും സക്സസ് ഉണ്ടാക്കാൻ എന്നുള്ളത് ചിന്തിച്ച് നിങ്ങൾ മുമ്പോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മെച്യൂരിറ്റി ഉണ്ട് എന്നുള്ളത് തന്നെയാണ് അർത്ഥം. ഇനി വേറൊരു കാര്യം, ഒരാളുടെ മനസ്സ് വായിക്കാൻ കഴിയുന്നതും മെച്യൂരിറ്റി തന്നെയാണ്. കാരണം നമ്മളുടെ ലൈഫ് എക്സ്പീരിയൻസ് തന്നെയാണത്. ഇപ്പോൾ ഒരു നല്ലൊരു വ്യക്തി മുമ്പിൽ വന്ന് ഇരിക്കുകയാണ്, അവർ നിങ്ങൾക്ക് നന്നായി സംസാരിക്കുന്നുണ്ട്, പക്ഷെ ഉള്ളിലൊരു വിഷമമുണ്ട്. നിങ്ങൾ അത് അവരോട് സംസാരിക്കുന്ന സമയത്ത് തന്നെ അതിൽ കണ്ടുപിടിച്ച്, ഒരു വർത്തമാനത്തിൽ നിന്ന് തന്നെ ഓരോ കാര്യങ്ങൾ കണ്ടുപിടിച്ച് അവരോട് ഞാൻ ചോദിക്കുകയാണ്, നിങ്ങൾ വിഷമമുണ്ടോ, ഉണ്ടെങ്കിൽ തുറന്നു പറയാട്ടോ എന്ന് നിങ്ങൾ ചോദിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ അത് മെച്യൂരിറ്റി ഉള്ളത് കൊണ്ട് തന്നെയാണ്. കാരണം ഈ മെച്യൂരിറ്റി എന്ന് പറയുന്നത് നമ്മളുടെ ലൈഫിൽ ഉണ്ടാകുന്ന ഓരോ എക്സ്പീരിയൻസസ് ഉണ്ടല്ലോ, അതിന് നമ്മൾ ഓരോ കാര്യങ്ങൾ പഠിക്കും, എന്നിട്ട് നമ്മളത് മനസ്സിലാക്കും, എന്നിട്ട് നമ്മളത് ജീവിതത്തിൽ അപ്ലൈ ചെയ്യുകയും ചെയ്യും. അപ്പോൾ ഉണ്ടാവുന്ന ആ ഒരു റിയാലിറ്റി മനസ്സിലാക്കുകയും ആ ഒരു സമയത്ത് ഉണ്ടാവുന്നതൊക്കെയാണ് ഒരു മെച്യൂരിറ്റി എന്ന് പറയുന്നത്. ഇത് ശരിക്കും ഇങ്ങനെ വീഡിയോയിൽ പറഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവണമെന്നില്ല. പക്ഷെ നിങ്ങൾ ഈ ഒരു കാര്യം, അതായത് ഓരോ കാര്യങ്ങൾ അനുഭവിച്ച് നിങ്ങൾ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോയിൽ പറയുമ്പോൾ മനസ്സിലാവുകയായിരിക്കാം. ചിലപ്പോൾ ഉണ്ടാവണമെന്നില്ല. കാരണം ഈ പറഞ്ഞ പോലെ മെച്യൂരിറ്റി എന്ന് പറഞ്ഞത് പെട്ടെന്നുണ്ടാവുന്ന ഒരു കാര്യമല്ലല്ലോ. ഒരാളുടെ മനസ്സ് വായിക്കാൻ പറ്റുന്നതും അതിനനുസരിച്ച് സംസാരിക്കുകയും പെരുമാറുകയും ചെയ്യാൻ പറ്റുന്നതും മെച്യൂരിറ്റി ഉള്ളത് കൊണ്ട് തന്നെയാണ്. കാരണം നമ്മൾ ഇതേപോലെ എപ്പോഴെങ്കിലും സാഡായിട്ട് ഇരുന്നിട്ട് ഇതുപോലെ ചിരിച്ചും കളിച്ചൊക്കെ പുറമെ നടന്നിട്ടും ഉള്ളിലൊതുക്കി ഓരോ കാര്യങ്ങൾ വെച്ചിട്ടും ഉണ്ടാവാം.
അത് നിങ്ങൾ വേറൊരാളിൽ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഉള്ളത് കൊണ്ട് തന്നെയാണ്. സോ എക്സ്പീരിയൻസ് എന്ന് പറയുന്നതും ഒരു മെച്യൂരിറ്റി തന്നെയാണ്. അതിൽ നിന്നുമാണ് മെച്യൂരിറ്റി ഉണ്ടായി വരുന്നത് എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഈ ഒരു ടോപ്പിക്ക് സിംപ്ലി പറയാൻ പറ്റില്ല, പക്ഷെ കുറച്ച് എക്സ്പ്ലെയിൻ ചെയ്യാനുണ്ട്. ഒറ്റയടിക്ക് ഇന്നതാണ് മെച്യൂരിറ്റി എന്ന് ശരിക്കും പറയാൻ പറ്റത്തില്ല. ഈ പറഞ്ഞ പോലെ കുറേ കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ളതാണ് മെച്യൂരിറ്റി. അത് സിംപ്ലി നമ്മൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ ഒരിക്കലും പറ്റില്ല. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ റിയാലിറ്റീസ് മനസ്സിലാക്കി ജീവിക്കുന്ന, ഈ റിയാലിറ്റീസ് എന്ന് പറയുമ്പോൾ അതിൽ കുറേ കാര്യങ്ങളുണ്ട്. ഇനി വേറൊരു റിയാലിറ്റി എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ ഈ സൊസൈറ്റി പറയുന്ന കുറേ കാര്യങ്ങളിൽ വിശ്വസിക്കാതെ നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ളൊരു പ്ലാന്, നിങ്ങളുടേതായിട്ടുള്ളൊരു കാഴ്ചപ്പാട്, നിങ്ങളുടേതായിട്ടുള്ളൊരു ഫ്യൂച്ചർ ബിൽഡ് ചെയ്യാനുള്ള ഒരു പവർ ഉണ്ട് എങ്കിൽ അത് മെച്യൂരിറ്റിയുടെ ലക്ഷണം തന്നെയാണ്. കാരണം പലർക്കും ഇതില്ല. പലരും പറയുന്നത് കേട്ട് അതിനനുസരിച്ച് ജീവിക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങൾക്കായിട്ടൊരു പ്ലാൻ ഉണ്ട്, ഒരു ഫ്യൂച്ചർ ഉണ്ട്, അതിനൊരു പവർ ഉണ്ട് നിങ്ങൾക്ക് ഓരോ കാര്യങ്ങൾക്ക് ചെയ്യാനെങ്കിൽ അത് മെച്യൂരിറ്റിയുടെ ലക്ഷണം തന്നെയാണ്. നമ്മളുടെ ചുറ്റും നടക്കുന്ന ഓരോ കാര്യങ്ങൾ നിരീക്ഷിച്ചിട്ട് അതിൽ തെറ്റും ശരിയും എന്താണ് എന്നുള്ളത് മനസ്സിലാക്കാനുള്ള ഒരു കഴിവ് വരുന്നതും മെച്യൂരിറ്റി ഉള്ളത് കൊണ്ട് തന്നെയാണ്. തെറ്റും ശരിയും ഈ രണ്ട് കാര്യങ്ങൾ സിറ്റുവേഷൻ അനുസരിച്ച് മാറിക്കൊണ്ടേയിരിക്കും. ഈ ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നു അല്ലെങ്കിൽ മനസ്സിലാക്കി എങ്കിൽ നിങ്ങൾക്ക് മെച്യൂരിറ്റി ഉണ്ട്. ഇനി നിങ്ങൾ ജീവിക്കുന്ന ഒരു സൊസൈറ്റിയുടെ ചുറ്റും നോക്കുക, ഓരോരുത്തരുടെ ജീവിതങ്ങൾ എങ്ങനെയൊക്കെയാണ് എന്നുള്ളതൊന്ന് ജസ്റ്റ് നിരീക്ഷിക്കുക. ഒരുപാട് സ്റ്റാക്ക് ചെയ്യാൻ നിൽക്കണം എന്നല്ല ഞാൻ പറയുന്നത്. നിങ്ങളുടെ കുടുംബങ്ങൾ അങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ, അതിലൊക്കെ നോക്കിയിട്ട് അതിലൊക്കെ ഓരോ ശരിയും തെറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നു, അല്ലെങ്കിൽ നിങ്ങൾക്ക് ശരിയും തെറ്റും കറക്റ്റായിട്ട് പറയാൻ പറ്റുന്നു എങ്കിൽ നിങ്ങൾക്ക് മെച്യൂരിറ്റി ഉണ്ട് എന്നുള്ളതാണ്. ഈ ശരിയും തെറ്റും ഈ പറഞ്ഞ പോലെ സിറ്റുവേഷൻ അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ ആ ഒരു സിറ്റുവേഷൻ നോക്കിയിട്ട് ഇന്നതാണ് ശരി, ഇന്നതാണ് തെറ്റ്, ഇങ്ങനെയാണ് ചെയ്യേണ്ടിയിരുന്നത്, ഇങ്ങനെയല്ലായിരുന്നു എന്ന് നിങ്ങൾക്ക് ഒരു അഭിപ്രായം അല്ലെങ്കിൽ അങ്ങനെയൊക്കെ നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റുന്നു എങ്കിൽ അത് വളരെ കറക്റ്റ് ആയിരിക്കണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മെച്യൂരിറ്റി ഉണ്ട് എന്നുള്ളത് തന്നെയാണ് അതിനർത്ഥം. നിങ്ങൾക്കായിട്ടൊരു അഭിപ്രായം ഉണ്ടാവുമായിരിക്കാം, അത് വളരെ ശരിയായിരിക്കാം. അത് നിങ്ങൾക്ക് തന്നെ തോന്നും ഈ ഒരു സിറ്റുവേഷനിൽ ഇങ്ങനെയൊക്കെ ചെയ്യണമായിരുന്നു എന്നുള്ളത്. നിങ്ങൾക്ക് അങ്ങനെ ഒരു സിറ്റുവേഷനിൽ കറക്റ്റായിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നു, അല്ലെങ്കിൽ അത് ചിന്തിച്ചിട്ട് അങ്ങനെ ചെയ്തത് ശരിയാക്കാൻ പറ്റുന്നെങ്കിൽ നിങ്ങൾക്ക് മെച്യൂരിറ്റി ഉണ്ട് എന്നുള്ളത് തന്നെയാണ് അർത്ഥം. ഈ മെച്യൂരിറ്റി ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് ഈ ലക്ഷണങ്ങളിലൂടെ മനസ്സിലാക്കാൻ പറ്റും. അതേപോലെ തന്നെ നിങ്ങളുടെ ലൈഫ് എക്സ്പീരിയൻസ് ഇതിനു മുമ്പും അതേപോലെ തന്നെ ഇന്ന് വരെയും ചെയ്തിരുന്ന ഓരോ കാര്യങ്ങളിൽ നിന്ന് എന്തൊക്കെ പഠിച്ചു, ഇനി നിങ്ങൾ അതൊക്കെ എങ്ങനെയൊക്കെ നോക്കിക്കാണുന്നു, അത് നിങ്ങളുടെ ലൈഫിൽ എങ്ങനെയൊക്കെ അപ്ലൈ ചെയ്യുന്നു എന്നുള്ളതൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു കാര്യമാണ്. കുറച്ച് ലക്ഷണങ്ങൾ മാത്രം ഞാൻ പറഞ്ഞു ഈ വീഡിയോയിൽ എന്ന് മാത്രം. ഒരുപാട് നീണ്ടു കിടക്കുന്ന ഒരു ടോപ്പിക്ക് തന്നെയാണ് ഈ പറയുന്നത്. സോ ഇത് വളരെ ചുരുക്കി പറയാൻ ശരിക്കും പറ്റില്ല. ഈ വീഡിയോയുടെ ലെങ്ത് തന്നെ ഒരുപാട് കൂടിപ്പോവും. സോ ഇതിന് പാർട്ട് 2 അല്ലെങ്കിൽ 3 എന്ന് പറഞ്ഞ് വീണ്ടും ചെയ്യേണ്ടി വരും. ഇന്ന് ഞാൻ ഈ വീഡിയോയിൽ ഇത്രേ പറയുന്നുള്ളൂ. മെച്യൂരിറ്റി എന്ന് പറയുന്നത് പെട്ടെന്ന് ഒരു മനുഷ്യന് ഒരു ഏജ് ആവുന്ന സമയത്ത് ഉണ്ടാവുന്ന ഒരു കാര്യമല്ല. ലൈഫിൽ ഉണ്ടാവുന്ന ഓരോ കാര്യങ്ങളിൽ നിന്ന് ഓരോന്ന് പഠിച്ചത് മുമ്പോട്ട് പോകുമ്പോൾ ഉണ്ടാവുന്ന ഒരു ധൈര്യം, ഓരോ മനസ്സിലാക്കാനുള്ള ഒരു ബുദ്ധിശക്തിയൊക്കെ വെച്ചിട്ടാണ് മെച്യൂരിറ്റി ലെവൽ നമ്മൾ അളക്കാൻ നിൽക്കുന്നത്, അല്ലെങ്കിൽ മെച്യൂരിറ്റി ഉണ്ടോ ഇല്ലയോ എന്ന് മനസ്സിലാക്കുന്നത്. നിങ്ങൾക്ക് മെച്യൂരിറ്റി ഉണ്ടോ എന്ന് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ഈ ലക്ഷണങ്ങൾ ജസ്റ്റ് നോക്കിയാൽ മതി. ഇനിയും ഒരുപാട് ലക്ഷണങ്ങളുണ്ട്, ഞാൻ വീഡിയോ ലോങ് ആവണ്ട എന്ന് പറഞ്ഞിട്ട് ഞാൻ ഒന്ന് കട്ട് ചെയ്ത് ചുരുക്കി പറഞ്ഞാൽ മാത്രം. ഈ ലക്ഷണങ്ങളൊക്കെ നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മെച്യൂരിറ്റി ഉണ്ട് എന്നുള്ളത് തന്നെയാണ്. സോ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഞാൻ ഈ ഒരു ചാനലിൽ ഇതുപോലത്തെ വീഡിയോസ് ഇനിയും ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതുപോലത്തെ വീഡിയോസിന് ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ അയച്ചു കൊടുക്കുക. എല്ലാവർക്കും ഉപകാരപ്പെടും എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.